വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ലൂക്ക 1:35. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നസ്രത്തിലെ ഒരു ഭവനത്തിൽ നിരന്തരമായ ഒരു പ്രാർത്ഥന ജീവിതം നയിച്ച പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ കടന്നു വന്നുകൊണ്ട് പറഞ്ഞ ഒരു തിരുവചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എന്താണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കുകയും ചെയ്തു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്തും ശിശുവും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരായി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, രണ്ടുപേരും അമ്മയും കുഞ്ഞും പരിശുദ്ധാത്മാവിനെ നിറയുകയാണ്. എപ്പോൾ? പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടപ്പോൾ. വീണ്ടും അപ്പസ്തലബോധനം 1-ാം അധ്യായം 14-ാം തിരുവചനം. അപ്പസ്തലബോധനം 1:14. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോഴാണ് വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോക്കുക, പരിശുദ്ധ അമ്മ പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു അഭിവാദന സ്വരം കേട്ടുള്ളോ, ആ കേട്ടപാടെ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. എലിസബത്തിൻ്റെ ഉദരത്തിലെ സ്നാപയോഹന്നാൻ, ശിശുവായ സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് കൂടെ ഇരുന്ന് ശിഷ്യന്മാരും മറ്റെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ ഒരു സ്വരം കേട്ടാൽ മതി, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ നിറയും. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം വന്നാൽ മതി, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ നിറയും. പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു മധ്യസ്ഥം നമുക്കുണ്ടായാൽ മതി, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ നിറയും. പരിശുദ്ധ അമ്മയുടെ ഈ മധ്യസ്ഥ ശക്തി, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാനുള്ള ഈ മധ്യസ്ഥ ശക്തി, ഇതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 14 മുതലുള്ള തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സമരിയക്കാർ ദൈവവചനം കേട്ടു. സമരിയക്കാരെന്ന് വെച്ചാൽ വിജാതിയർ. അവർ ദൈവവചനം കേട്ട് യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ, അവർ മാമോദിസ സ്വീകരിച്ചപ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അതാണ് വചനം പറയുക. സമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെ മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കണ്ടോ? അപ്പോൾ ഈ പത്രോസും യോഹന്നാനും ദൂരെ നിന്ന് വന്ന് ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ച വിജാതിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയത്. ദൈവവചനം എഴുതി വച്ചിരിക്കുകയാണ്. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കുക, ദൂരെ നിന്ന് വന്ന് അവർ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇവർ പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി ഇവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താ? പരിശുദ്ധ അമ്മ ദൂരെ നിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. പരിശുദ്ധ അമ്മ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു മധ്യസ്ഥ സഹായം കിട്ടിയാൽ മതി. പരിശുദ്ധ അമ്മയുടെ ഒരു അഭിവാദന സ്വരം കേട്ടാൽ മതി. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ മതി, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറയും. കണ്ടോ? മറ്റെല്ലാ വിശുദ്ധനേക്കാളും മറ്റെല്ലാ രക്തസാക്ഷികളെക്കാളും വലിയൊരു മധ്യസ്ഥ ശക്തി സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക്
ദൈവം കൊടുത്തിട്ടുണ്ട്. അതല്ലേ നമ്മൾ വായിക്കാം വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം, വെളിപാട് 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയൊരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. കണ്ടോ, ഇതാരെ പറ്റിയാണ് പറയുന്നത്? ഇത് പരിശുദ്ധ അമ്മയെ പറ്റിയാണ് പറയുന്നത് ഈ വചനം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണും. സൂര്യനെ ഉടയാടയാക്കിയൊരു സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അത് പരിശുദ്ധ മറിയമാണ്. ശിഷ്യന്മാരെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ 12 നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത് 12 ശിഷ്യന്മാരെയാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ മറിയത്തെ വചനം നമ്മെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ യോഹന്നാൻ്റെ വെളിപാട് നമ്മൾ കാണുക, പരിശുദ്ധ അമ്മ ഒരു സൂര്യന് തുല്യമാണ്. സൂര്യൻ്റെ പ്രകാശമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. എന്നാൽ ഈ ശിഷ്യന്മാരോ മറ്റ് വിശുദ്ധരോ അവർ നക്ഷത്രങ്ങൾക്ക് തുല്യമാണ്. സൂര്യൻ്റെ ശോഭ മറ്റെല്ലാ നക്ഷത്രങ്ങളെക്കാൾ വളരെ വലുതാണെന്ന് നമുക്കറിയാം. ഇതുപോലെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മറ്റെല്ലാ വിശുദ്ധരേക്കാളും മറ്റെല്ലാ രക്തസാക്ഷികളെക്കാളും മറ്റെല്ലാവരേക്കാളും സ്വർഗത്തിൽ അത്രയും വലിയൊരു മധ്യസ്ഥ ശക്തി പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുസഭ പഠിപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവോട് നിറയാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഏറ്റവും നല്ല മാർഗ്ഗം ഏതാണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ നിറയാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക എന്നതാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക എന്നതാണ്, പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിനെ നിറയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എളുപ്പമാർഗം. അച്ഛൻ്റെ ഒരു വലിയൊരു ദൈവാനുഭവം പറയാം. അത് വലിയൊരു ബേസിക് അനുഭവമാണ്. എന്നോട് ഇന്നലെ എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു അത്ഭുതങ്ങളുടെ ജപമാല എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ ഒരു പ്രേരണ കിട്ടിയത്? ഇതെന്ന് കിട്ടിയതാണ്, എങ്ങനെ കിട്ടിയതാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അച്ചപ്പോൾ നിങ്ങളോട് പറയുക. അതിന് ഉത്തരം കിട്ടുക വർഷങ്ങൾക്ക് മുമ്പ് 2007 ധർമ്മരാം സെമിനാരിയിൽ ബാംഗ്ലൂർ ഞാൻ ഈ സന്യാസ വൈദികനാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം എന്നൊരു വലിയൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ആഗ്രഹം. അന്നൊന്നും ഒരിക്കലും ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല എനിക്ക് ഒട്ടും താല്പര്യമില്ല, വിശ്വാസമില്ല. കാരണം ആ ജപമാല എനിക്ക് ഒരിക്കലും ഒരു അനുഭവം ആയി തീർന്നിട്ടില്ല. അപ്പോൾ അന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ആഗ്രഹിച്ച് എൻ്റെ കൂടെയുള്ളൊരു ബ്രദർ, ആ ബ്രദറും പ്രാർത്ഥിക്കുന്നൊരു മകൻ, ആ മകൻ്റെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുകയാണ് രാത്രികളിൽ. അങ്ങനെ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. പ്രാർത്ഥന ലീഡ് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എങ്ങനെ പ്രാർത്ഥിക്കണം? മധ്യസ്ഥ പ്രാർത്ഥന അറിയില്ല. അങ്ങനെ ഒരു പ്രത്യേക ഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ. ഏത് രീതിയിലാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക അറിയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന പഴയ ഏതൊരു ധ്യാന കേന്ദ്രത്തിൽ നിറങ്ങിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ഒരു പുസ്തകം കിട്ടി. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ കുറേ പ്രകടനങ്ങളുള്ള പുസ്തകങ്ങൾ. ഇങ്ങനെ രാജ്യങ്ങളെ, അമേരിക്ക അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ കാനഡയെ അനുഗ്രഹിക്കണമേ, ഇന്ത്യയെ അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ പല രോഗികളെ സൗഖ്യപ്പെടുത്തണേ, ഇങ്ങനെയൊക്കെ കുറേ പ്രകടനങ്ങളാണ്. ഇങ്ങനെ സൗഖ്യപ്പെടുത്തണമേ, രക്ഷിക്കണമേ, സഹായിക്കണമേ, സുഖപ്പെടുത്തണമേ, ഇങ്ങനെ കുറേ പ്രകടനങ്ങളടങ്ങിയ ഒരു കൊച്ചു പുസ്തകം. അപ്പോൾ ആദ്യത്തെ ദിവസം മധ്യസ്ഥ പ്രാർത്ഥന രാത്രിയിൽ ആരംഭിച്ചപ്പോൾ ഞാനും ആ മകനും ഞങ്ങളുടെ റൂമിലിരുന്നു കൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതിനെ പ്രാർത്ഥിച്ചത് ഈ മധ്യസ്ഥ പ്രാർത്ഥന പുസ്തകം വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 3/4 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര മടുപ്പ്, ഭയങ്കര ബോറടി, ഒരു സുഖമില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് ഈ പ്രകടനങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ അന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ എങ്ങനെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ശക്തമായൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നിരുന്നു. അതിതാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇത്ര കാലം പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അത് ചൊല്ലിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനത് ചെല്ലാൻ പോകുന്നില്ല, മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജപമാല വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന പുസ്തകം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുക. ഒരു അനുഭവം 2 പേർക്കില്ല. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മതി, ഇനി നമുക്ക്
അല്പസമയം നമ്മൾ ഈ സന്യാസ ഫോർമേഷനിലായിരുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച ഒരു മെഡിറ്റേഷൻ ഉണ്ട്, ഒരു ധ്യാനം. കണ്ണടച്ച് സൈലൻ്റ് ആയിട്ടുള്ള ദിവ്യകാൻ ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക ധ്യാനമാണ്. യേശുനാമ ജപ ധ്യാനം എന്ന് വേണമെങ്കിൽ പറയാം. യേശുവിൻ്റെ നാമം അങ്ങനെ മനസ്സിൽ ആവർത്തിച്ച് ഏറ്റു പറഞ്ഞ് ദിവ്യകാൻ ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയുടെ കൃപാസാഗരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് അങ്ങനെ ഒരു പ്രത്യേക ധ്യാനം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഫോർമേഷനിൽ, ഈ സെമിനാരി കാലത്ത്. ആ ധ്യാനം നമുക്ക് നടത്താം എന്ന് തീരുമാനമായി. അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് രണ്ടുപേരും കണ്ണുകളടച്ച് ഈ ദിവ്യഗാനത്തിലുള്ള ഈശോയെ മനസ്സിൽ കണ്ട് കണ്ണടച്ച് അങ്ങനെ മൗനമായി ഇങ്ങനെ ധ്യാനത്തിലേക്ക് മുഴുകുകയാണ്. ഇങ്ങനെ ഈശോയെ മനസ്സിൽ കണ്ട് ഇങ്ങനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും യേശുനാമം ഉരുവിട്ടും ഇങ്ങനെ സമർപ്പിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒരു പ്രത്യേക മയക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏകാഗ്രതയിലേക്ക് പോവുകയാണ്. വളരെ ഏകാഗ്രതയോടെയാണ് ഇങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷം, വളരെ സൈലൻസ് ആയിട്ടൊരു സമയം. ആ സമയത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരു മൃദുലമായ സ്വരം ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുകയാണ്. ഞാൻ ആദ്യമായി കേട്ട ദൈവസ്വരമാണ് അച്ഛൻ നിങ്ങളോട് പറയാൻ പോവുക. അതിങ്ങനെയാണ്: അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇതാണ് ആദ്യത്തെ ദൈവസ്വരം. ഞാൻ കേട്ട ആദ്യത്തെ ദൈവസ്വരമാണിത്. എൻ്റെ പ്രിയ മക്കളെ, ഇതൊരു തോന്നിപ്പല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതേപോലെ ദൈവം പറയുന്നത് നമുക്ക് ഈ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കും. നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ് ഈ ദൈവം കേട്ടോ. ഇത് തോന്നിപ്പ്, മനസ്സിൽ വെറുതെ ഒരു തോന്നിപ്പ് വരില്ലോ, അല്ലെങ്കിൽ ഒരു ആശയാണെന്നോ ശരി ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചിന്ത വരില്ലോ, അതല്ല അച്ഛൻ പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് നമ്മുടെ ചെവികൾ കൊണ്ട് വ്യക്തമായി കേൾക്കാൻ പറ്റുന്ന അന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ അതൊരു ദൈവസ്വരമാണെന്നോ അതൊരു വലിയൊരു മെസ്സേജ് ആണെന്നൊന്നും അന്ന് എനിക്കറിയില്ല. അന്ന് ഈ സൈലൻസിലും ഞാൻ കേട്ട സ്വരം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. എവിടുന്നോ ഒരു മൃദുലമായ സ്വരം, ദേഷ്യപ്പെട്ടുള്ള സ്വരമല്ല, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സ്വരമല്ല, രൂക്ഷമായ റഫായിട്ടുള്ള സംസാരമല്ല, മൃദുലമായ ഒരു പുരുഷൻ്റെ സ്വരം പോലൊരു സ്വരമാണ്. അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ, ഇങ്ങനെയാണ് പറയുക. ഞാൻ കണ്ണു തുറന്നപ്പോൾ ആ ബ്രദർ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ പതക്കെ ഇങ്ങനെ തട്ടി ഉണർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നാളെ മുതൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഇങ്ങനെ പറഞ്ഞു. ഈ മെസ്സേജിനെ പറ്റിയോ ഇതൊരു മെസ്സേജ് ആണെന്നോ അല്ലെങ്കിൽ വലിയൊരു ആഹ്ലാദമോ അനുഭവമോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തോ ഇങ്ങനൊരു സ്വരം കേട്ടു, എഴുന്നേറ്റു, ആ മകനോട് പറഞ്ഞു, നാളെ മുതൽ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, ഇന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കാം. ആ സഹോദരൻ്റെ വഴിക്ക് പോയി. പിറ്റേ ദിവസം വീണ്ടും രാത്രിയിൽ ഞങ്ങൾ 10 മണി മുതൽ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേരും ഈ ജപമാല ചൊല്ലി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അത്ഭുതങ്ങളുടെ ജപമാലയുടെ തുടക്കം അവിടെയാണ്. ഓരോ രഹസ്യങ്ങൾ ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ ആരംഭിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഓരോ രഹസ്യം കഴിയുമ്പോൾ അല്പസമയം സ്തുതിക്കും. അങ്ങനെ സ്തുതിച്ച് 5 രഹസ്യം കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് സ്തുതിക്കാൻ തുടങ്ങി. അല്പസമയം ഇന്ന് സ്തുതിക്കാമെന്ന് കരുതി സ്തുതിക്കാൻ തുടങ്ങിയ വഴിക്ക് അതിശക്തമായ രീതിയിലുള്ള പരിശുദ്ധാത്മാഭിഷേകം. ഞാൻ എൻ്റെ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി പ്രാവശ്യം പല ധ്യാനങ്ങൾ, കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ഒക്കെ കൂടിയിട്ടുണ്ട്. അതിലൊക്കെ ഒത്തിരി അഭിഷേക അനുഭവമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കിട്ടാത്ത രീതിയിൽ അതിശക്തമായ പരിശുദ്ധാത്മാഭിഷേക അനുഭവം. എൻ്റെ കൂടെയുള്ള ബ്രദർ ഒരിക്കൽ പോലും ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടാത്ത മകൻ, ആ മകന് ഭാഷാപരോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള വരദാനങ്ങളില്ലാത്ത മകൻ, ആ മകൻ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു. രണ്ടുപേരും ഭാഷാവത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. ആ ഭാഷാവെന്ന് വെച്ചാൽ അതിശക്തമായ ഭാഷാവരം. ഇപ്പോൾ ഭാഷാവത്തിൽ സംസാരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ വിശ്വാസ പ്രമാണം വേറൊരു ഭാഷയിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗസ്വനായ നന്മ എന്ന് പറയും. ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ഏതോ എവിടത്തെയോ ഒരു പ്രത്യേക ഭാഷ, എന്നാൽ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. വെള്ളം വീഴുന്ന അനുഭവം, പൊന്തിപ്പോകുന്ന അനുഭവം, ശരീരത്തിന് ഭാരം കുറയുന്ന അനുഭവം, എന്തോ ശക്തമായ ഷോക്കടിക്കുന്ന അനുഭവം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിലൂടെ, പരിശുദ്ധാത്മാഭിഷേക അനുഭവത്തിലൂടെ കടന്നുപോയി. ആ സ്തുതിപ്പ് ഏകദേശം പുലർച്ചെ 3:30 വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് സ്തുതിക്കുകയാണ്. ഈ ഒരു അനുഭവത്തിൽ ഒരു തളർച്ചയോ ക്ഷീണോ മടുപ്പോ വയ്യായോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ആ ഒരു അനുഭവത്തിലാണ് ഒത്തിരിയേറെ ആന്തരിക സൗഖ്യം. ആയിരക്കണക്കിന് ആന്തരിക മുറിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അച്ഛൻ. പക്ഷേ ഒത്തിരിയേറെ ആന്തരിക സൗഖ്യം, ഭയം, ദുഃഖം, നിരാശ, മറ്റുള്ളവർ ഫേസ് ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ പേടി, ഇങ്ങനെയൊക്കെ കർത്താവ് എന്തുമാത്രം ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും അന്ന് എനിക്കും ആ ബ്രദറിനും നൽകുകയാണ്. ഹല്ലേലൂയ.
തുടർന്ന് എല്ലാ ദിവസവും ഇതൊരു ആവേശമായി പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണത കൂടി. അന്ന് മുതലാണ് കുത്തിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയത്. അന്ന് എനിക്ക് ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല വലിയൊരു അനുഭവമായി തീർന്നു. പരിശുദ്ധ അമ്മ ഒരു സങ്കല്പമല്ല, അതൊരു സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞത് ആ ദിവസമാണ്. അന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ധാരാളം ചെല്ലാൻ തുടങ്ങി. എൻ്റെ പ്രിയ സഹോദരൻ മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയാണ് കുത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തരിക. ഈ ശിഷ്യന്മാരെ സെഹിയോൻ ശാലയിൽ ഊട്ടുമുറിയിൽ ആ പരിശുദ്ധ അമ്മ കുത്തിയിരുത്തി പ്രാർത്ഥിപ്പിച്ചില്ലേ? എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ് നമ്മെ കുത്തിയിരുത്തി പ്രാർത്ഥിപ്പിക്കും. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. അതുകൊണ്ട് അന്ന് മുതലാണ് ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലാനുള്ള മടി മാറിപ്പോയി. കർത്താവിൻ്റെ സന്നിധിയിൽ ദീർഘനേരം കുത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള മടി വിട്ടുപോയി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സന്തോഷം കൊണ്ട് നിറഞ്ഞു, ആന്തരിക സൗഖ്യം കൊണ്ട് നിറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ജപമാല കഴിയുന്നു, സ്തുതിക്കുന്നു, വലിയ അഭിഷേകം കൊണ്ട് നിറയുന്നു. വലിയ അഭിഷേകം ഏകദേശം ഒരു 2-3 മാസം തുടർച്ചയായി ശുശ്രൂഷ ഞങ്ങൾ നടത്തി. വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയാൻ തുടങ്ങി. ഈ ഒരു അനുഭവം ഹൃദയത്തിലുള്ളത് കൊണ്ട് പിന്നീട് അച്ഛൻ പോയ പിന്നീടുള്ള ഓരോ സ്ഥലങ്ങളിൽ ഫോർമേഷനായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഓരോ ഇടവകകളിൽ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആദ്യം ഈ ശുശ്രൂഷ ആരംഭിച്ചത് ബാംഗ്ലൂരിൽ ഞാനായിരുന്ന ബ്രദറായിരുന്നപ്പോൾ പോയിരുന്ന ഒരു കൊച്ചു ഇടവകയിൽ അവിടെ ആരംഭിക്കുകയാണ്. അത് ഒത്തിരി പേര് ആ ശുശ്രൂഷയിൽ വരാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ അത് അധികം കാലം നിന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഞാൻ സ്ഥലം മാറിപ്പോന്നു. അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഡീക്കനായിരുന്ന സമയത്ത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഒരു കൊച്ചു പള്ളിയിൽ ഈ ഡീക്കൻ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ആരംഭിക്കുക. അവിടെയാണ് ശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അത്രമാത്രം രോഗശാന്തി, അത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ, മാനസാന്തരങ്ങൾ ഈ 1-1.5-2 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. അന്നു മുതലാണ് എനിക്ക് മനസ്സിലായത് ഈ ജപമാല അത്ഭുതങ്ങളുടെ ജപമാലയാണ്. ഇതൊരു സാധാരണ ജപമാലയല്ല. എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറയുക, ഞാൻ എത്രയോ കാലമായി ജപമാല ചെല്ലുന്നു, എത്രയോ നമ്മൾ ഒക്ടോബർ മാസങ്ങൾ പരിശുദ്ധമായ ജപമാലയൊക്കെ ചെല്ലുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷമോ അല്ലെങ്കിൽ വല്ല ധ്യാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അതിന് മുമ്പിൽ ജപമാല ചെല്ലുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ജപമാല ചൊല്ലിയിട്ട് അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അനുഭവം, ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കുമോ? ഇങ്ങനെയൊരു അത്ഭുതം നടക്കുന്നതായിട്ട് ഇതുവരെ എൻ്റെ ഇത്ര കാലത്ത് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള പല മക്കളും ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ അമ്മയുടെ ഈ 5 രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം അത്ഭുതം നടക്കുമോ? എങ്ങനെ ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കണം? പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും മാനസാന്തരവും കുടുംബസമാധാനവും ഇതൊക്കെ നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ ഒറ്റ ജപമാലയിൽ നടക്കുന്ന ഒരു അത്ഭുതം നോക്കി എൻ്റെ മക്കൾ കണ്ടോ. അന്ന് മുതൽ അച്ഛന് മനസ്സിലായി ഇതൊരു നിസാര കാര്യമല്ല. പരിശുദ്ധ അമ്മയെ ദൈവം സ്വർഗം നമുക്ക് തന്ന വലിയൊരു മധ്യസ്ഥ ശക്തിയാണ്. ഈ അമ്മയുടെ സഹായം നമ്മൾ തേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനത് തേടാതിരുന്നപ്പോൾ ദൈവപുത്രൻ എന്നോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്, അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ, അമ്മയോട് പ്രാർത്ഥിക്കുക. ഇത് ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ ധ്യാന കേന്ദ്രം അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണ്. ഈ ധ്യാന മന്ദിരം ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയുന്നവർക്ക് അറിയാം എങ്ങനെ ഇതിങ്ങനെ വളർന്നു വന്നു. ഇവിടുത്തെ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തുടർച്ചയായ അഖണ്ഡ ജപമാലയാണ് നടന്നുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷയോട് നടക്കുമ്പോൾ അവിടെ അഖണ്ഡ ജപമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അഖണ്ഡ ജപമാലയിലൂടെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ. എത്രയോ പേര് അച്ഛന് സന്ദേശം തന്നു, അച്ഛാ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഈ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അവൻ്റെ പ്രിയ മക്കളെ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലുക, പരിശുദ്ധ അമ്മയുടെ ജപമാല ചെല്ലുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, കുരിശിൻ്റെ വഴി ചെല്ലുക, ഹൃദയം തുറന്ന് കുമ്പസാരിക്കുക, എല്ലാ ദിവസവും പരമാവധി കുർബാന കാണുക. ഇത്രയും ചെയ്താൽ തന്നെ മതി. നമ്മൾ അത്രമാത്രം ആത്മീയമായിട്ട് വളരും കേട്ടോ. അത്രമാത്രം ദൈവം നമ്മെ വളർത്തും. അപ്പോൾ അങ്ങനെ വലിയൊരു അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ വഴി സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വഴി ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ജപമാലയ്ക്ക് ഇത്രയും ശക്തി? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥന് എന്തുകൊണ്ട് ഇത്ര ശക്തി? ഇങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ചിന്തിച്ച് അല്പസമയം സ്തുതിച്ച് ഇതിനെപ്പറ്റി ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് എൻ്റെ വായിൽ വെച്ച് തന്നൊരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. അതിൻ്റെ കാരണം ഈശോ വെളിപ്പെടുത്തി തരിക. യോഹന്നാൻ 7:37. അതിങ്ങനെയാണ്,
തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഇത്രയും ശക്തി? അതിൻ്റെ കാരണം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശുവിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? പരിശുദ്ധ മറിയം. യേശുവിൽ ഏറ്റവും ആഴത്തിൽ വിശ്വസിച്ച വ്യക്തി ആരാണ്? പരിശുദ്ധ മറിയാണ്. യേശുവിൽ ഏറ്റവും ആദ്യം വിശ്വസിച്ച വ്യക്തി ആരാ? അത് പരിശുദ്ധ കന്യാമറിയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ ഒരു സിസ്റ്ററാണ് കാറ്റീസ് എടുക്കാൻ വരിക. ആ സിസ്റ്റർ കാറ്റീസ് എടുത്തുകൊണ്ടിരിക്കുകയെ അന്ന് കാനായിലെ കല്യാണ വിരുന്നാണ് കാറ്റീസിൽ എടുത്തുകൊണ്ടിരുന്നത്, വേദപ്രദേശത്തിൽ. അപ്പോൾ സിസ്റ്റർ വളരെ മനോഹരമായിട്ട് ഈ കാനായിലെ കല്യാണ വിരുന്ന് ഇങ്ങനെ വിവരിച്ച് പറയുമ്പോൾ ആ സിസ്റ്റർ, ആ പ്രായമുള്ള സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധ അമ്മയ്ക്ക്, പരിശുദ്ധ മറിയത്തിന് അറിയാമായിരുന്നു തൻ്റെ ഈ പുത്രൻ യേശു ദൈവമാണെന്ന്. കണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു, എങ്ങനെ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ദൈവമാണെന്ന്? ഞാൻ പ്രസവിച്ചിരിക്കുന്നത് ദൈവത്തെയാണ്, അല്ലെങ്കിൽ യേശുവിന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, ഇത്രയും വലിയൊരു മനുഷ്യനെയാണ് അല്ലെങ്കിൽ വ്യക്തിനെയാണ് ഞാൻ പ്രസവിച്ചിരിക്കുന്നതെന്ന് ഈ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, എങ്ങനെ ഈ അമ്മയ്ക്കും ഇത് മനസ്സിലായി? ഉടനെ തന്നെ ആ സിസ്റ്റർ എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ചോദ്യത്തിന് ഉത്തരമെന്നോണം എന്നോട് പറയുകയാണ്, പരിശുദ്ധ മറിയത്തിന് അറിയാമായിരുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ ഏകപുത്രനായ യേശു ദൈവമാണെന്ന്. കാരണം പരിശുദ്ധ അമ്മ നല്ലൊരു അമ്മയായിരുന്നു. നല്ല അമ്മമാർക്ക് കുട്ടികളുടെ കഴിവും കുറവും ബലഹീനതയും അവരുടെ എല്ലാം അറിയാൻ സാധിക്കും. അവരുടെ ഒരു ഭാവഭേദം വന്നാൽ മതി. അതല്ലേ നല്ല അമ്മമാരുടെ പ്രത്യേകത? അതല്ലേ? എന്തെങ്കിലും കള്ളത്തരം കുട്ടികൾ കാണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ പറ്റും. ഈ കുട്ടികൾ പോയി പറഞ്ഞിട്ടാണോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്? ഇനി കോപ്പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാണിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുക, അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുക, എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് വന്നെന്നാൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ എല്ലാത്തതുകൊണ്ടാണ് ഇത് വിവരിക്കാത്തത്. ഒരു പെൺകുട്ടി, യൂത്ത് പെൺകൊച്ചനോട് പറയുകയാണ്, അവൾ ഓടി ഒരു സ്ഥലത്തേക്ക് വരികയാണ്, ഒരു ധ്യാന മന്ദിരത്തിലേക്ക്. ആരോടും പറഞ്ഞിട്ടില്ല, വല്ല തെറ്റായ ബന്ധത്തിലൊക്കെ പെട്ട് നടന്നൊരു മകള്. ആ മകള് നിരാശ വന്നപ്പോൾ ഓടിയൊരു ധ്യാനമന്ദിരത്തേക്ക് വന്നു. അന്ന് രാത്രി അവിടേക്ക് അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ധ്യാനമന്ദിരത്തിലെ ആളുകൾ അവളെ കണ്ടു, പിടിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവള് പോകുന്നില്ല. അപ്പോൾ നിൻ്റെ വീട് എവിടെയാണ്? ഇന്ന സ്ഥലത്താണ്. അപ്പോൾ നീ എന്താ പോകാത്ത? അത് പോകുന്നില്ല, അങ്ങനെ തന്നെ കാരണങ്ങളൊക്കെ പറഞ്ഞു, അവളുടെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ പോകാൻ താല്പര്യമില്ല. ഉടനെ ഒരു കോള് ധ്യാനമന്ദിരത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ധ്യാനമന്ദിരത്തേക്ക് ഒരു കോള്. ആരുടെ കോളാണെന്നറിയോ? ഇവളുടെ അമ്മേരെ കോള്. അപ്പോൾ ഈ ധ്യാനമന്ദിരത്തിലുള്ളവർ ഞെട്ടിപ്പോയി, എങ്ങനെ ഈ അമ്മയ്ക്ക് ഇത് മനസ്സിലായി ഈ ധ്യാനമന്ദിരത്തിൽ ഈ മകൾ വന്നിട്ടുണ്ടെന്ന്? ഇവരുടെ വീട് ഒത്തിരി ദൂരെയാണ്, ഈ മകൾ ഒരിക്കലും ധ്യാനമന്ദിരത്തിൽ വരാറുമില്ല. പക്ഷേ ബാംഗ്ലൂരുള്ള അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ ഈ നഷ്ടപ്പെട്ട മോള് ദേ ഈ ധ്യാനമന്ദിരത്തിലുണ്ടെന്ന്. ഈ അമ്മയുടെ മനസ്സിലിങ്ങനെ തോന്നിപ്പ് വരാമെന്ന് പറയുന്നത്. ചോദിച്ചു, ഇത് എങ്ങനെ ചേച്ചിക്ക് ഇത് മനസ്സിലാക്കിയപ്പോൾ? ഈ മോള് കാണാണ്ടായി, മോള് രാത്രി വന്നിട്ടില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിപ്പ് വരികയാണ്, ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടാവും, ഇങ്ങനെ തോന്നിപ്പ് വരാണ്. കണ്ടോ? അപ്പോൾ ഈ മകള് പറയാ, എൻ്റെ അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാച്ചാ. എൻ്റെ ഈ റിലേഷൻ വന്നപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു ചെക്കനെ പ്രേമിച്ച്, ഒരു അക്രൈസ്തവനെ പ്രേമിച്ച സമയത്ത് ഇത് ആദ്യം പിടിച്ചത് അമ്മയാണ്. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അമ്മയ്ക്ക് എൻ്റെ ഒരു ചെറിയൊരു മാറ്റം വന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ? ഇതുപോലെ യേശുവിൻ്റെ ഒരു ചെറിയൊരു ഭാവഭേദം വന്നാൽ അത് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. യേശുവിന് ഇതുപോലെ അറിഞ്ഞ വേറൊരു വ്യക്തിയില്ല. അതാ പറയുക, യേശുവിൽ ആദ്യം വിശ്വസിച്ച വ്യക്തി ആരാണ്? അത് പരിശുദ്ധ മറിയാണ്. ഇനി യേശുവിൽ ഏറ്റവും ആഴത്തിൽ വിശ്വസിച്ച വ്യക്തിയാ? അത് പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുക? നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച പോലും യേശു ദൈവമാണെന്ന് വിശ്വസിച്ച വ്യക്തി പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്. നമുക്കറിയാം, ഈ പീഡ സഹിച്ച് മരിക്കുന്ന ഒരു വ്യക്തി, വളരെ ബലഹീനനായി ഇങ്ങനെ കുരിശ് കിടന്ന് മരിക്കുന്ന വ്യക്തി, അത് ദൈവമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുകയോ? അവർ പറഞ്ഞില്ലേ, നീ ദൈവമാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കാനൊക്കെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. എന്തെല്ലാം വെല്ലുവിളികളായിരുന്നു. ദൈവത്തിന് മരണമുണ്ടോ? ദൈവം മരിക്കുകയോ? ആരെങ്കിലും അന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചോ? ഇല്ല. ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. കാരണം അവർക്ക് മനസ്സിലായി ഇത് ദൈവമല്ല. കാരണം മരിക്കണോ ഇത് ദൈവമോ? ദൈവത്തിന് മരണമുണ്ടോ? ദൈവം ബലഹീനനായി അദ്ദേഹം മരിക്കുകയാണ്. ഇനി മരിച്ച് കുരിശിൽ നിന്ന് ഇറക്കി, അല്ലെങ്കിൽ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടത്തുകയാണ്. ഇങ്ങനെ ഈ ഡെഡ് ബോഡി മടിയിൽ കിടത്തുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ദൈവമാണെന്ന് വിശ്വസിച്ചത് ആരാണ്? പരിശുദ്ധ കന്യാമറിയം മാത്രമാണ്. ഹല്ലേലൂയ. ഈ മരിക്കണ വ്യക്തി ദൈവമാണെന്ന് വിശ്വസിച്ചത് പരിശുദ്ധ മറിയാണ്. ഈ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി ദൈവമാണെന്ന് വിശ്വസിച്ചത് പരിശുദ്ധ കന്യാമറിയാണ്.
ഈ ശവം അത് ദൈവമാണെന്ന് വിശ്വസിച്ച വ്യക്തി, അന്ന് ഒരു വ്യക്തി മാത്രമാണ് സഭ എന്ന് വെച്ചാൽ ആ സഭ പരിശുദ്ധ കന്യകാമറിയം മാത്രമാണ്. അതുകൊണ്ടാണ് ചില വിഭാഗത്തിലെ ആളുകൾ ഈ ജപമാലയിലെ ലുത്തിനെയും ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് പറയുക. ഇങ്ങനെ പ്രാർത്ഥിക്കും, ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ച പോലും യേശു ദൈവമാണെന്ന് വിശ്വസിച്ച പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖ വെള്ളിയാഴ്ച ദുഃഖ ശനിയാഴ്ച പോലും യേശു ദൈവമാണെന്ന് വിശ്വസിച്ച പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ, അതായത് പരിശുദ്ധാത്മാവ് ഒഴുകും. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തെ ഇതുപോലെ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റെല്ലാ ശിഷ്യന്മാരെക്കാളും മറ്റെല്ലാ വിശുദ്ധരെക്കാളും മറ്റെല്ലാ രക്തസാക്ഷികളെക്കാളും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഇത്രയും വലിയ ശക്തി, പവർ? അതിൻ്റെ പവറിൻ്റെ കാരണം ആ വിശ്വാസത്തിൻ്റെ പവറാണത്. ആദ്യം വിശ്വസിച്ച വ്യക്തി, യേശു മരിച്ചപ്പോൾ പോലും യേശുവിൽ ദൈവമാണെന്ന് വിശ്വസിച്ച വ്യക്തി, അത് പരിശുദ്ധ കന്യകാമറിയം മാത്രമാണ്. ഇത് വിശ്വാസത്തിൻ്റെ പവറാണ്. കണ്ടോ, വിശ്വാസം, ഒരു വിശ്വാസിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചോളാം. കുടുംബത്തിൽ പല ബന്ധനങ്ങളുള്ള അനേകം മക്കൾ ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അച്ഛനറിയാം. കുടുംബത്തിലെ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, തർക്കങ്ങൾ, അങ്ങനെ 100,000 അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. എല്ലാം ഞാൻ ഈ മൈക്കിലൂടെ പറയുന്നില്ല. പല കാരണങ്ങളുണ്ട്. അച്ഛൻ കുറേ വീടുകൾ വെഞ്ചരിക്കാൻ പോകാനുള്ളതാണ്. അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് വെഞ്ചരിപ്പ് ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ പലവിധ കാരണത്താൽ കുടുംബത്തിൽ പല തർക്കങ്ങളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, അപകടങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളൊക്കെ വരും. ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും വിട്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക, പരിശുദ്ധ അമ്മയുടെ ജപമാല മുടക്കരുത്. ഒരു ജപമാല എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പോക്കറ്റിലുണ്ടായിരിക്കണം, ബാഗിലുണ്ടായിരിക്കണം. ഒരു ഉത്തിരീയം എപ്പോഴും നമ്മുടെ കഴുത്തിലുണ്ടായിരിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ആചരിക്കാൻ പോവുകയാണ്. ജൂലൈ 16 നമ്മൾ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുക. ഈ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി പറയുന്നത് എന്താണ്? യേശുവിൻ്റെ അമ്മ കല്യാണ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയണേ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ യേശുവിൻ്റെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒരു ജപമാല എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒരു ഉത്തിരിയെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു വെഞ്ചരിച്ച ആശീർവദിച്ച ഉത്തിരി എപ്പോഴും നമ്മുടെ കഴുത്തിലുണ്ടായിരിക്കണം. വലിയ സംരക്ഷണം, അച്ഛൻ്റെ വാക്കുകളില്ല പറയാൻ, അത്രയും വലിയ സംരക്ഷണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇത്തരം ഭക്തികളെ സഭ എന്നും വിലമതിക്കുന്നുണ്ട്, എന്നും അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ ഈ അങ്ങനെയുള്ള വീടുകളിലെ മക്കളൊക്കെ ശ്രദ്ധിച്ചോ, ഒരു ഉത്തിരിയും വെഞ്ചരിച്ചത് കഴുത്തിലിടുക, ഒരു ജപമാല എപ്പോഴും ഉണ്ടാകുക. ചിലർ ജപമാലയൊക്കെ കഴുത്തിലിടും, കയ്യിൽ പിടിക്കും, പക്ഷെ ഒരിക്കൽ പോലും ചെല്ലില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള മക്കളുണ്ട്. ഇന്നാളൊരു മകള് വന്നു. ആ മകള് എപ്പോഴും കയ്യിലിങ്ങനെ ജപമാലയും പിടിച്ച് നടക്കുന്ന ഒരു പെങ്കൊച്ചാണ്. ആ പെൺകുട്ടി വന്നു. അവളുടെ ജോലി എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല, എന്ത് ചെയ്താൽ അവളുടെ ജോലി ശരിയാവില്ല. അങ്ങനെ അവൾ ധ്യാനം കഴിഞ്ഞ് അപ്പം തന്നെ വരികയാണ്. അച്ഛാ, ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു മകളാണ്. അവൾ പറഞ്ഞു, ഞാൻ ഇനി പോകാനുണ്ട് അച്ഛാ, 6 മാസം ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യണം, ജോലിയൊക്കെ കിട്ടുന്നൊക്കെ പ്രതീക്ഷ വന്നത്, ഇതുവരെ ജോലിയില്ല, ഒന്നുമില്ല എനിക്ക്. ഏതായാലും ധ്യാനം കഴിഞ്ഞു. അപ്പം ഞാൻ അനുഭവമായോ? ആ ധ്യാനമൊക്കെ നന്നായതുകൊണ്ട് അവൾ പോവുകയാണ്. അവസാനം അവൾ പറഞ്ഞു, അച്ഛനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നീ പ്രാർത്ഥിച്ചു തരാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തരോ? ശരി, നീ ഇരിക്കുക, ഞാൻ പ്രാർത്ഥിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു വയ്ക്കുന്ന വലിയൊരു സർപ്പം, വലിയൊരു പാമ്പ് ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുന്നൊരു ദർശനം കർത്താവ് കാണിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിനക്കെന്താ പാമ്പായിട്ട് എന്താണെന്ന് ചോദിക്കുകയല്ല, ഒരൊറ്റ ചിരിയാണ്. ഇവളെന്താ ചെയ്യുക? ഇവള് പറഞ്ഞു, അച്ഛാ, പാമ്പായിട്ട് വേറെ ഒന്നല്ല, ഞാൻ പാമ്പിൻ്റെ സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാഗകന്യ പോലെയുള്ള സീരിയലുകൾ, പിന്നെ ഹിന്ദിയിൽ കുറേ സീരിയലുണ്ട് അച്ഛാ. അതിങ്ങനെ ഞാനായിരിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ശുശ്രൂഷ അവിടെ നടക്കുമ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ പാമ്പിൻ്റെ സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ പാമ്പിൻ്റെ സീരിയലിൻ്റെ അഡിക്റ്റാണ്. കണ്ടോ, പൈശാചിക ബന്ധനാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പോലും നീ ജപമാല ചെല്ലാതെ ഈ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടല്ലോ, ഒരു പ്രാവശ്യം പോലും പരിശുദ്ധ അമ്മയുടെ ജപമാല കയ്യിലിങ്ങനെ പിടിച്ച് നടക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ജപമാല പോലും മകള് ചെല്ലാറില്ല. കയ്യിലുണ്ടാവും, ഇതിങ്ങനെ കഴുത്തിലുണ്ടാവും. ഇത് ചെല്ലാതെ ഇരുന്നിട്ട് ഒരു കഴുത്തിലിട്ടിട്ട് കാര്യമില്ല എൻ്റെ പ്രിയ മക്കളെ. ഇത് ജപമാല എടുത്ത് ചെല്ലണം. പരിശുദ്ധ അമ്മയോട് പ്രത്യേക സ്നേഹം ഉണ്ടാവണം. വചനം വായിക്കണം, സ്തുതിക്കണം. ജപമാല ചെല്ലുക, സ്തുതിക്കുക, വചനം വായിക്കുക, നന്നായി ഹൃദയം തൊന്ന് കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക. ഇത്രയും ചെയ്താൽ തന്നെ വലിയ വിടുതൽ. കുരിശിൻ്റെ വഴി ചെല്ലി ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി ചെല്ലുക, വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ആരാണ് ഈ കല്യാണ വീട്ടിലെ വീഞ്ഞ് തീർത്തത്? അത് പിശാചാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക.
കല്യാണ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഗ്രേപ്പ് ജ്യൂസ്, മുന്തിരിച്ചാറ്, അത് ഈ കല്യാണ വീട്ടിൽ ഈ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തീർന്നു പോയെന്ന് വെച്ചാൽ ഇത്രയും ഇതിൽ പരം നാണക്കേട് വേറൊന്നും പറയാനില്ല. അപ്പോൾ പിശാചാണ് ഒരു കുടുംബത്തിൽ നാണക്കേടുണ്ടാക്കും, മാനക്കേടുണ്ടാക്കും, തർക്കങ്ങളുണ്ടാക്കും, കലഹങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, പ്രതിസന്ധി ഉണ്ടാക്കും, തെറ്റിദ്ധാരണ ഉണ്ടാക്കും, നിന്ദനം കൊണ്ടുവരും. ഇതൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി അത് പിശാചാണ്. ഇപ്പോൾ പിശാച് പ്രവർത്തിച്ച് കണ്ടല്ലോ ആ കുടുംബത്തെ ഇപ്പോൾ ആ കുടുംബത്തിൽ ആ വീഞ്ഞ് തീർന്നു പോയി, അവിടെ സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്തായിരിക്കും അംഗം? ആ മാതാപിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തും, മക്കൾ മാതാപിതാക്കൾ നിങ്ങൾ കാരണമാണ് സംഭവിച്ചത്, നിങ്ങളത് ശ്രദ്ധിക്കാത്തതല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ല ഇന്ന്, എല്ലാവരും അങ്ങോട്ടും കുറ്റപ്പെടുത്തി അതൊരു കലഹത്തിൻ്റെ ഒരു വീടാക്കി ആ വിവാഹ ദിവസം പിശാച് മാറ്റാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു ഇടപെടലും മാധ്യസ്ഥം അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിന് ഇത്രയും വലിയൊരു പ്രതിസന്ധി. അതേ അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മ ഒരു കുടുംബിനിയാണ്, കുടുംബ പ്രശ്നങ്ങൾ അറിയുന്ന വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഉദരസമായ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഭക്തി ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. അമ്മ വഴി വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവും പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഒരു നിസാരകാരിയല്ല, അതൊരു സങ്കല്പമല്ല, അതൊരു സത്യമാണ്. പരിശുദ്ധ അമ്മയോട് ഭക്തി കൂടിയെന്ന് എഴുതിയിട്ട് യേശുവിന് നമ്മോട് വല്ല അസൂയുണ്ടോ, ദേഷ്യമുണ്ടോ? അങ്ങനെ അസൂയപ്പെടുന്ന ആളാണോ ഈശോ? പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നാൽ അമ്മയെ ഈ മകനെ എവിടേക്ക് കൊണ്ടുപോവാ? യേശുവിൻ്റെ അടുത്തേക്ക്. അമ്മ വഴി യേശുവിലേക്ക് അത് തീർച്ചയായിട്ടും നീ എത്തും. അങ്ങനൊരു അസൂയൊന്നും യേശുവിന് നീ പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിച്ചെന്ന് ചെയ്തിട്ട് അങ്ങനെ ഇല്ല എൻ്റെ പ്രിയ മക്കളെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ, നിനക്ക് കിട്ടും. എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്.